നമസ്കാരം. PSC UPSC മലയാളം മിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDCയുടെ ഇന്ത്യൻ പേര് എന്താണ്? വാട്ട്സ് ദ ഇന്ത്യൻ നെയിം ഓഫ് ദ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി issued by the Reserve Bank of India? ഉത്തരം ഡിജിറ്റൽ രൂപ. രണ്ടാമത്തെ ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസ് ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ഇൻ വിച്ച് സിറ്റി വിൽ the 2026 Asian Games will be held? ഉത്തരം ഐച്ചി നഗോയ, ജപ്പാൻ. മൂന്നാമത്തെ ചോദ്യം, 2026 ഫിഫ ലോകകപ്പ് ഏത് 3 രാജ്യങ്ങൾ ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്? വിച്ച് 3 countries will jointly host the 2026 FIFA World Cup? ഉത്തരം USA, കാനഡ, മെക്സിക്കോ. നാലാമത്തെ ചോദ്യം, 2026 ശീതകാല ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക മാസ്കോട്ടുകളുടെ പേര് എന്താണ്? വാട്ട് ആർ ദ ഒഫീഷ്യൽ മാസ്കോട്ട്സ് ഓഫ് ദ 2026 വിന്റർ ഒളിമ്പിക്സ്? ഉത്തരം ടിനയും മിലോയും. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? വാട്ട് വാസ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഇന്ത്യ? ഉത്തരം അപ്സര, 1956. ആറാമത്തെ ചോദ്യം, ലോകത്തിൽ ഔദ്യോഗിക തലസ്ഥാനമില്ലാത്ത ഏക രാജ്യം ഏതാണ്? Which is the only country in the world that has no official capital city? ഉത്തരം നൗറു. ഏഴാമത്തെ ചോദ്യം, ഭാരതത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? Who was the first woman chief minister of an Indian state? ഉത്തരം സുജേത കൃപലാനി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു? Who was the first woman speaker of the Lok Sabha? ഉത്തരം മീര കുമാർ. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? Who was the first chief election commissioner of India? ഉത്തരം സുകുമാർ സെൻ. പത്താമത്തെ ചോദ്യം, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? In which year did the Jallianwala Bagh massacre take place? ഉത്തരം 1919 ഏപ്രിൽ മാസം 13. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഭരണഘടനയിലെ 10th ഷെഡ്യൂൾ പ്രധാനമായും എന്തുമായാണ് ബന്ധപ്പെട്ടുള്ളത്? The 10th schedule of the Indian Constitution is related to what? ഉത്തരം കക്ഷിമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോ. 12ാമത്തെ ചോദ്യം, കോറൽ ട്രയാങ്കിൾ പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? The coral triangle is primarily associated with which region? ഉത്തരം ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ സമുദ്ര ജൈവ വദ്യമേഖല. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബഫർ സ്റ്റോക്ക് നയം പ്രധാനമായും ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? The buffer stock policy in India is primarily associated with which institution?
ഉത്തരം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI. 14ാമത്തെ ചോദ്യം. എൽ നീനോ പ്രതിഭാസം പ്രധാനമായും ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? The El Nino phenomena is associated with which ocean? ഉത്തരം പസഫിക് മഹാസമുദ്രം. 15ാമത്തെ ചോദ്യം. ടെന്നീസിൽ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒരേ വർഷം നേടുന്നതിനെ എന്താണ് വിളിക്കുന്നത്? What is it called when a tennis player wins all 4 Grand Slam titles in the same year? ഉത്തരം കാലണ്ടർ ഗ്രാൻഡ് സ്ലാം. കാലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്നാണ് അതിനെ വിളിക്കുന്നത്. 16ാമത്തെ ചോദ്യം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ആരാണ്? Who was the first Indian to win an individual Olympic gold medal? ഉത്തരം അഭിനവ് ബിന്ദ്രയാണ്. 2008 ബീജിംഗ് ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ. 17ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ കലാരൂപം ഏതാണ്? Which is the first art form from Kerala to be included in the UNESCO's Intangible Cultural Heritage List? ഉത്തരം കൂടിയാട്ടം. 2001. 18ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സർഫസ് ഏരിയ അടിസ്ഥാനത്തിൽ ഏതാണ്? Which is the largest freshwater lake in the world by surface area? ഉത്തരം ലേക്ക് സുപ്പീരിയർ. 19ാമത്തെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? Which was the world's first artificial satellite? ഉത്തരം സ്പുട്നിക് 1. 20ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സമുദ്രഗർത്തം ഏതാണ്? Which is the deepest ocean trench in the world? ഉത്തരം മറിയാന ഗർത്തം, മറിയാന ട്രഞ്ച്. നിങ്ങളുടെ ഈ പഠനയാത്രയിൽ PSC UPSC മലയാളം മിഷൻ കൂടെയുണ്ടാകും. ഇന്നത്തെ ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.